അപ്പോൾ നമ്മളിന്നൊരു ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ചേഞ്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ അടിച്ചു പോയതായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ കംപ്രസർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വരുന്ന കംപ്രസറാണ്. ചെറിയ നോർമൽ ടൈപ്പ് തന്നെ, ചെറിയ മിനി ടൈപ്പാണിത്. അപ്പോൾ നമ്മൾ പൈപ്പ് ലൈനിൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് അധികം പഴക്കമാകാത്തതാണ്. അപ്പോൾ നമ്മൾ ആ പുതിയ കംപ്രസർ വെച്ചു. അതിൻ്റെ ലെഗുകളൊക്കെ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കണം. അത് സീറ്റിങ് മിക്കതും ഏകദേശം ഒരേ കമ്പനിയുടെ ആകുമ്പം ഇതിപ്പോൾ ഒറിജിനൽ കംപ്രസർ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ആ ഇരിക്കുന്ന പഴയ കംപ്രസറാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പം ഇതിൻ്റെ ലെഗുകളൊക്കെ നമ്മളൊന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് നോക്കണം, അതിൻ്റെ ക്യാപ്പൊക്കെ ഊരി മാറ്റുന്നതിന് മുമ്പ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിൻ്റെ ലെഗെല്ലാം ഉറപ്പിക്കുകയാണ്. സീറ്റിംഗ് എല്ലാം കറക്റ്റാണ്. ഇപ്പം ലെഗും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പം അതിൻ്റെ സക്ഷൻ ലൈന് നമ്മളൊന്ന് പിടിപ്പിച്ച് നോക്കുക. ഇപ്പോൾ പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇതിന് കംപ്രസർ പെട്ടെന്ന് അടിച്ച് പോയതായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തിപ്പോൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു റിലേ വരുന്ന ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പം ഈ കംപ്രസർ ആ റിലേ നമ്മൾ വയർ എത്തത്തില്ല. നേരത്തെ ഇരുന്ന കംപ്രസറിൻ്റെ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് ആ നീളത്തിലായിരിക്കും കമ്പനി വയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിലേയിലോട്ടുള്ള കണക്ഷൻ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ന്യൂട്രലും ഫേസും വരുന്നുണ്ട്. അത് നമ്മളൊന്ന് വേറെ വയർ വെച്ച് ജോയിൻ്റ് അടിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ എത്തുന്നിടം വരെ നമ്മളൊന്ന് ആക്കുക ചെയ്യുന്നത്. കംപ്രസർ ഓൺ ആക്കി എടുത്താലേ നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം കുറേ സമയം എടുക്കുന്ന വീഡിയോ, ഇപ്പം ഞാൻ പെട്ടെന്നൊന്ന് ചെയ്തു കാണാം. അപ്പോൾ എൻ്റെ കപ്പാസിറ്ററിൻ്റെ കണക്ഷനൊക്കെ നമ്മളൊന്ന് നോക്കുക. റിലേ ബോക്സും ഒക്കെ ഒന്ന് വെച്ച് നോക്കുക ചെയ്യുന്നത്, അത് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന്. റിലേ ബോക്സ് നമ്മൾ എല്ലാ റിലേകളും മാറ്റുമ്പോഴും വെക്കണം മസ്റ്റായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വേണ്ടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാം. ഇനി നമുക്ക് ആ ലൈനുകളൊന്ന് ആ പൈപ്പൊക്കെ നമ്മളൊന്ന് ഫയൽ ചെയ്തിട്ടാണ് കയറ്റി വെക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് റാഡ് പിടിക്കാൻ വേണ്ടി അങ്ങനെ വേണം ചെയ്യാൻ. അപ്പം ആ തകിട് പീസ് വെച്ചേക്കുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള പ്ലാസ്റ്റിക് കമ്പോണൻറ്റുകൾ ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒന്ന് വെൽഡ് ചെയ്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഫ്ലെക്സൊക്കെ തൂത്ത് വേണം ചെയ്യാൻ. കാര്യം കണ്ടൻസർ പൈപ്പിലോട്ട് ചെയ്യുമ്പോൾ അവിടെ ഇരുമ്പ് പൈപ്പും തമ്മിലായിരിക്കും ജോയിൻറ്റുകൾ വരാറുണ്ട്. അപ്പം നല്ലൊരു ഫ്ലെക്സൊക്കെ തൂത്ത് വേണം ചെയ്യാൻ. വെൽഡിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇത് ഒരു അരമണിക്കൂർ കൂടുതലുള്ളൊരു വർക്കായിരുന്നു. നമ്മളതിനകത്ത് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മളൊന്ന് ഈ വർക്കിനിടയ്ക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇപ്പം സെക്ഷൻ ലൈന് നമ്മൾ അതിൽ തന്നെ വെൽഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഡ്രയറിൻ്റെ അവിടെ കട്ട് ചെയ്യുന്നത്, ഫിൽറ്റർ ഡ്രയറിൻ്റെ അവിടെ കട്ട് ചെയ്യുന്നത് സെൽഫ് വാക്വം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കട്ട് ചെയ്യുന്നത്. അത് മാറ്റുന്നില്ല. ഒത്തിരി പഴയതല്ലാത്തൊരു ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇത് പൈപ്പൊന്നും ലീക്കായി കംപ്ലൈൻ്റ് ആയതില്ല. കംപ്രസർ നോർമലി അടിച്ചു പോയതായതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ, മാറ്റുന്നില്ല. ലൈനെല്ലാം കൊടുത്തു അന്നേരം നമ്മുടെ ലൈനും എല്ലാം കൊടുത്തു, ചാർജിങ് ലൈനും കൊടുത്തു.
ഇപ്പോൾ കാണാം ഇച്ചിരി ഗ്യാസ് സെൽഫാക്കാൻ കഴിഞ്ഞു, അതിൻ്റെ വീഡിയോ കട്ട് ചെയ്തതാണ്. ഇച്ചിരി ഗ്യാസ് കയറ്റി നമ്മളിപ്പോൾ ഓടിച്ചൊരു 15-20 മിനിറ്റായി. കുറച്ച് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. കൂളിംഗ് സ്റ്റാർട്ട് സിംഗിൾ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂളിങ്ങിലോട്ട് പോകും. നമ്മൾ ഫ്രിഡ്ജ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നല്ല പുതിയ വീഡിയോയുമായി